Welcome to my channel. So last class we have started aromatic hydrocarbon. In that we have discussed about the structure of benzene in their resonance structures and and the preparation of benzene. Today we are going to discuss about the physical properties and the chemical properties of aromatic hydrocarbons. So aromatic hydrocarbons in the physical properties simple aanu onnu note cheyidu vecha madi. They are non-polar. Namukku ariyuna karyamanu adu kanda thannale they are non-polar. Karanam carbon hydrogen aayittulla hydrocarbons aanu. So they are non-polar compounds aanu. They are colorless liquid or solid with a characteristics aroma. അതാണല്ലോ അവരുടെ ഒരു സ്പെഷ്യാലിറ്റി. അവർക്ക് നല്ല സ്മെല്ലിംഗ് ആയിരിക്കും. സ്മെല്ലിംഗ് ആയിട്ടുള്ള ഒരു കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ് ഈ അരോമാറ്റിക് കോമ്പൗണ്ട്. ദേ ആർ ഇംമിസിബിൾ വിത്ത് വാട്ടർ. ഇറ്റ്സ് നോൺ പോളാർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്, അവർ വാട്ടറായിട്ട് മിക്സ് ആവില്ല. ബട്ട് ദേ ഡിസോൾവ്സ് ഇൻ ഓർഗാനിക് സോൾവെൻറ്റ് ലൈക്ക് ബെൻസീൻ, കാർബൺ ടെട്രാക്ലോറൈഡ് അങ്ങനെയുള്ള ഓർഗാനിക് സോൾവെൻറ്റ്സിൽ ഡിസോൾവ് ആവും. പിന്നെ ദേ ബേൺ വിത്ത് എ സൂത്തി ഫ്ലെയിം. സൂത്തി ഫ്ലെയിം എന്ന് പറഞ്ഞാൽ നല്ല ഈ പുകയോട് കൂടിയിട്ട് ഇങ്ങനെ കറുത്ത കരിയോട് കൂടിയിട്ട് അവരെന്ത് ചെയ്യും, നന്നായിട്ട് ബേൺ ചെയ്യും ഈ ഒരു ഹൈഡ്രോകാർബൺസ് എന്ന് പറയുന്നത് അരോമാറ്റിക് ഹൈഡ്രോകാർബൺ. ഇനി നമ്മൾ ഡയറക്റ്റ് നമ്മുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് പോവുകയാണ്. ഓൾറെഡി വി ടോൾ ദാറ്റ് ദോ ദേ കണ്ടെയ്ൻ ഡബിൾ ബോണ്ട്. നമ്മൾ അവരുടെ സ്ട്രക്ചർ നോക്കുമ്പോൾ ദേ കണ്ടെയ്ൻ ഡബിൾ ബോണ്ട് ബട്ട് ദേ പ്രിഫർ എന്താണ്, ദേ പ്രിഫർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ റാദർ ദാൻ എഡിഷൻ റിയാക്ഷൻ. ഓൾറെഡി അവരുടെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു ഇറ്റ് ഈസ് ഹാവിങ് എ ഡബിൾ ബോണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞു അവരെ മോളിക്യുലർ ഓർബിറ്റൽ സ്ട്രക്ചർ ഒക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ദോ ദേ കണ്ടെയ്ൻ ഡബിൾ ബോണ്ട് ദേ ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ എഡിഷൻ റിയാക്ഷൻ, ദേ പ്രിഫർ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഇലക്ട്രോഫിലിക് റിയാക്ഷൻ. അവർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് ഈ അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അവരെന്താണ്, അണ്ടർ സർട്ടൻ കണ്ടീഷൻ ദേ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ എഡിഷൻ റിയാക്ഷൻ. ഒരിക്കലും വിചാരിക്കരുത് ബെൻസീൻ പോലെയുള്ള ഹൈഡ്രോകാർബൺസ് ഒരിക്കലും എഡിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല എന്നല്ല. യൂഷ്വലി ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടിനും എപ്പോഴും നമുക്കറിയാം എഡിഷൻ റിയാക്ഷനാണ് അവർ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പ്രൊസീഡ് ചെയ്യുക. പക്ഷേ ഇവിടെ ഈ അരോമാറ്റിക് ഹൈഡ്രോകാർബൺ prefer to participate in electrophilic substitution reaction rather than that of addition reaction. അപ്പോൾ addition reaction കാട്ടി ഇവർ പ്രിഫർ ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ്. ഇവർ സബ്സ്റ്റിറ്റ്യൂഷൻ ഇലക്ട്രോഫിലിക്, അത് മെയിൻലി ആണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അഡീഷൻ റിയാക്ഷൻ ആൻഡ് ഓൾസോ ഇൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഈ മൂന്നെണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് വൺ ഇസ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നല്ല രസമായിട്ട് ചോദിക്കുക. ദോസ് ഹു ആർ പ്രിപ്പയറിംഗ് ഫോർ എൻട്രൻസ്, വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ ബൈ ആൻ ഇലക്ട്രോഫൈൽ? ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോൺ ലവിങ് ഗ്രൂപ്പ്. അതായത് ഫൈൽ മീൻസ് FPHILE. ഫൈൽ മീൻസ് ഇറ്റ്സ് ലവിങ്. ഇലക്ട്രോൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ആരാണ് നമ്മളെപ്പോഴും ഒരു സാധനം ഇഷ്ടപ്പെടുക, നമ്മുടെ കയ്യിൽ ഇല്ലാത്തപ്പം അല്ലേ? നമ്മുടെ കയ്യിൽ ഇല്ലാത്തപ്പോൾ അല്ലേ നമ്മൾ മറ്റുള്ളവരുടെ അത് കൊള്ളാലോ എന്ന് ചിന്തിക്കുക. അതേപോലെ ഇലക്ട്രോഫൈൽസ് മീൻസ് ദേ ആർ ഇലക്ട്രോൺ ലവിങ് ബിക്കോസ് ദേ ആർ ഡെഫിഷ്യൻ്റ് ഓഫ് ഇലക്ട്രോൺ. അവരുടെ കയ്യിലുള്ള ഇലക്ട്രോൺ ആരോ അടിച്ചു മാറ്റി കൊണ്ടുപോയി. സോ ദേ ലവ് ഇലക്ട്രോൺസ്. അപ്പോൾ അവരെന്ത് ചെയ്യും, ആരോടെങ്കിലും പോയിട്ട് ബോണ്ട് ചെയ്തിട്ട് അവരെടുത്ത് ഇലക്ട്രോൺ വാങ്ങും. സോ യൂഷ്വലി ബെൻസീൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം പഠിക്കാൻ ഇവരുടെ മെക്കാനിസം അസലായിട്ട് പഠിക്കാനുണ്ട്. ക്വസ്റ്റ്യനും ചോദിക്കും. ആദ്യം നമ്മൾ കുറച്ച് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പഠിക്കുകയാണ്. ദാറ്റ് ഈസ് നൈട്രേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. ബെൻസീൻ അണ്ടർഗോ നൈട്രേഷൻ. നൈട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രോ ഗ്രൂപ്പ് വന്നിട്ട് ബെൻസീൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് നൈട്രേഷൻ. അപ്പോൾ ഇതിനാര് വേണം, നൈട്രേഷൻ നടത്തണമെങ്കിൽ ഒരു നൈട്രേറ്റിംഗ് മിക്സ്ചർ വേണം. ആരായി നൈട്രേറ്റിംഗ് മിക്സ്ചർ? നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് പറയുന്നത് നമ്മുടെ കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4. ഈ ഒരു മിക്സ്ചറിനെയാണ് നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിരിക്കും എന്തിനാ ഈ കോൺസെൻട്രേറ്റഡ് H2SO4 അവിടെ ആവശ്യമുണ്ട്? ഇറ്റ് ആക്ട് ആസ് എൻ, നമുക്ക് ഇലക്ട്രോഫൈലിനെ ജനറേറ്റ് ചെയ്യണമല്ലോ, അതിന് ആക്ട് ചെയ്യുന്ന ഒരാളാണ് ഈ കോൺസെൻട്രേറ്റഡ് H2SO4. നമ്മൾ മെക്കാനിസം പഠിക്കുമ്പോൾ അത് പറയും. സോ നൈട്രേഷൻ ഇസ് യൂഷ്വലി ക്യാരിഡ് ഔട്ട് വിത്ത് എ നൈട്രേറ്റിംഗ് മിക്സ്ചർ. നൈട്രേറ്റിംഗ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് HNO3 ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4. സോ നൈട്രേഷൻ ഓഫ് ബെൻസീൻ ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് a nitro group is added to benzene in presence of concentrated HNO3 and concentrated H2SO4 to produce ഈ 6 പൊസിഷനും ഈക്വൽ ആണ്. അപ്പോൾ എവിടെ വേണമെങ്കിലും നൈട്രോ ഗ്രൂപ്പ് കൊടുക്കുക. അത് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അല്ലേ, ഏത് പൊസിഷനിൽ കൊടുത്താലും ആൻസർ കറക്റ്റാണ്. ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് ആസ് നൈട്രോ ബെൻസീൻ. ഇതിൻ്റെ പേരെന്താണ്? നൈട്രോ
benzene. So what is nitration? Nitration of benzene is a reaction in which a benzene or nitro group is added to benzene or attached to benzene using a nitrating mixture, that is concentrated HNO3 and concentrated H2SO4. You will be getting this. Clear ആണോ? Okay. അടുത്തത് halogenation. Okay. Halogenation. Halogenation of benzene take place with halogen in presence of catalyst. In presence of a catalyst, usually a Lewis acids. നമുക്ക് Lewis acids ആയിട്ടുള്ള കുറച്ച് കാറ്റലിസ്റ്റിനെ യൂസ് ചെയ്തിട്ടാണ് ഹാലോജനേഷൻ നടക്കുക. ഏതൊക്കെ കാറ്റലിസ്റ്റാണ് യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ FeCl3, FeBr3. ഓക്കെ, FeCl3, FeBr3. അയഡിൻ വെച്ചിട്ട് നമ്മൾ പണ്ടും പറഞ്ഞിട്ടുണ്ട്, അയഡിൻ വെച്ചുള്ള റിയാക്ഷൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ HIയുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ HI അതായത് ഹൈഡ്രജൻ അയഡൈഡ് ഫോം ചെയ്തത് അത് വീണ്ടും ഈ റിയാക്ഷനെ റിവേഴ്സ് ചെയ്യുന്നൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഓൾസോ ടേക്ക് പ്ലേസ്. അയഡിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വി യൂസ് HNO3 as the catalyst. ഓക്കെ, അപ്പം എങ്ങനെയാണ് നടക്കുക? ക്ലോറിൻ Cl2 പ്ലസ് ബെൻസീൻ. അപ്പോൾ ക്ലോറിൻ ആയതുകൊണ്ട് നമ്മൾ ഏത് കാറ്റലിസ്റ്റാണ് യൂസ് ചെയ്യുക? ദാറ്റ് ഇസ് ഫെറിക് ക്ലോറൈഡ് ടു ഗിവ് ക്ലോറോബെൻസീൻ പ്ലസ് HCl. ഇവിടുന്ന് HCl വന്നതെന്നായിരിക്കും. ഇവിടെയുള്ള ഹൈഡ്രജൻ ഉണ്ടല്ലോ, എല്ലായിടത്തും ഹൈഡ്രജൻ ഉണ്ടല്ലോ ബെൻസീൻ്റെ അല്ലേ, ഇവിടെ ഒരു CH ഇവിടെ ഉള്ള ഹൈഡ്രജൻ പോയിട്ട് ഇവിടെയും അത് തന്നെയാട്ടോ നടക്കുന്നത്. ഇവിടെ ഉള്ളൊരു ഹൈഡ്രജൻ പോകും, എന്നിട്ട് അവിടെ കയറി വന്നിട്ട് NO2. അതുകൊണ്ടാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഹിയർ സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ്. എപ്പോഴാണ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുക? ഫിസിക്സിൻ്റെ ടീച്ചർ ഇല്ലെങ്കിൽ കെമിസ്ട്രിയുടെ ടീച്ചർ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വരും. കെമിസ്ട്രിയുടെ ടീച്ചർ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ടീച്ചർക്ക് പകരം മാത്സിൻ്റെ ടീച്ചർ വരും. അതെന്താ, ഒരാൾക്ക് പകരം ഒരാൾ വരും. അപ്പോൾ ഇവിടെ അതാ നടക്കുന്നത്. ഹിയർ വൺ ഹൈഡ്രജൻ ആറ്റം ഇസ് there. It is substituted. It is taken away from there and it is substituted by a nitro group. That is an electrophile. So what is meant by electrophilic substitution reaction? A substitution reaction in which an atom or a group of atom is replaced by an electrophile. ഒരു electrophile അവിടെ വന്ന് റീപ്ലേസ് ചെയ്ത് നിൽക്കണം ആരെ? അവിടെ ഉള്ളൊരു ഗ്രൂപ്പിന്. അതിനാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ നൈട്രേഷൻ, ദെൻ കംസ് ഹാലോജനേഷൻ. ബ്രോമിനേഷൻ ആകുമ്പോൾ എങ്ങനെയാ? Br2 plus in presence of FeBr3. Very important. ഓരോ കാറ്റലിസ്റ്റും അറിഞ്ഞിരിക്കണം. To produce, that is bromobenzene plus HBr. bromobenzene plus HBr. Br2 ഉണ്ടല്ലോ, അപ്പം അവിടെ നിന്ന് ഇതിൻ്റെ മെക്കാനിസം നമ്മൾ പഠിക്കും. ഇത് ക്ലിയർ ആയോ? നൈട്രേഷൻ, ഹാലോജനേഷൻ. അപ്പോൾ രണ്ട് റിയാക്ഷൻ പഠിച്ചു. അടുത്ത കുറേ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ചേ തന്നിട്ടുള്ളൂ ഭാഗ്യത്തിന്, അത് മാത്രം പഠിച്ചാൽ മതി. നൈട്രേഷനായി നമ്മുടെ ഹാലോജനേഷനെ. അടുത്തത് സൾഫോണേഷൻ. സൾഫോണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ്? SO3 ഗ്രൂപ്പിനെ നമ്മൾ എന്താണ്? SO3 ഗ്രൂപ്പിന് അപ്പം എന്താണ് സൾഫോണേഷൻ? സൾഫോണേഷൻ എന്ന് പറഞ്ഞാൽ ദ ഹൈഡ്രജൻ ആറ്റം ഇൻ എ ബെൻസീൻ ഇസ് റീപ്ലേസ്ഡ് ബൈ എ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ്. എന്താണ് സൾഫോണിക്? കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം COOH. അപ്പോൾ സൾഫോണിക് ആസിഡ് എന്ന് പറഞ്ഞാൽ SO3H ആണ് കേട്ടോ. SO3H ഗ്രൂപ്പിനെ നമ്മൾ അവിടെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് സൾഫോണിക് ആസിഡ് ഗ്രൂപ്പിനെ വെക്കുകയാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് റിയേജൻറ്റ് വേണ്ടേ? ദാറ്റ് ഈസ് ബെൻസീൻ. When treated with fuming sulfuric acid. എന്താണ് ഈ ഫ്യൂമിങ് സൾഫ്യൂരിക് ആസിഡ്? ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഒലിയം. ഇതിനെ പറയുന്നത്, ഇതിൻ്റെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം ഒലിയം അല്ലെങ്കിൽ ഫ്യൂമിങ് സൾഫ്യൂരിക് ആസിഡ്. എന്താ പുകഞ്ഞുകൊണ്ട്? ഫ്യൂമിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുകഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? യെസ്, ഇറ്റ്സ് എ ഫ്യൂമിങ് സൾഫ്യൂരിക് ആസിഡ്. അപ്പം ഒന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഞാൻ എക്സാമിനായിട്ട് പഠിപ്പിക്കുന്നില്ല, എപ്പോഴും നമുക്ക് അറിഞ്ഞിരിക്കണം ബേസോട് കൂടി എന്താണ് ഫ്യൂമിങ് സൾഫ്യൂരിക് ആസിഡ്. ഫ്യൂമിങ് നമുക്കറിയാം കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, നമ്മൾ കേട്ട് പരിചയമുള്ള കോൺസെൻട്രേറ്റഡ് H2SO4. ഇനി
ഇപ്പം ഞാൻ പറയുന്നു ഫ്യൂമിങ് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഒലിയം എന്ന് പറയും. ഈ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അതിലൊരു 96-98% ഓഫ് എന്തായിരിക്കും സൾഫ്യൂരിക് ആസിഡും ബാക്കി എമൗണ്ട് ഓഫ് വാട്ടറും ആയിരിക്കും. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൽ ഓൾമോസ്റ്റ് 96-98% ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവും, ബാക്കി എന്താ ഉണ്ടാവും, വാട്ടർ ആയിരിക്കും. ഫ്യൂമിങ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഓൾമോസ്റ്റ് സൾഫ്യൂരിക് ആസിഡ് മാത്രമാണ് ഉണ്ടാവുക, H2SO4 ഉണ്ടാവുക. എലോങ് വിത്ത് ദാറ്റ് SO3 will be present. Sulfur trioxide will be present. എന്താ ഉണ്ടാവുക, H2SO4 ആയിരിക്കും, ഒരു 100% സൾഫ്യൂരിക് ആസിഡ്. അതിൽ എന്തും കൂടെ ഉണ്ടാവും, SO3 സൾഫർ ട്രൈ ഓക്സൈഡും കൂടെ ഉണ്ടാവും. ഈ സൾഫർ ട്രൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറുമായിട്ട് കോൺടാക്ട്, അതായത് നമ്മൾ ബോട്ടിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ അത് കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് ഫ്യൂംസ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഇറ്റ്സ് നോൺ ആസ് ഫ്യൂമിങ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ എന്താണ് ഫ്യൂമിങ് സൾഫ്യൂരിക് ആസിഡ് എന്ന്? H2SO4 ആൻഡ് SO3ൻ്റെ ഒരു മിക്സ്ചറാണ് എന്താണ് ഫ്യൂമിങ് sulfuric acid. So benzene when treated with H concentrated H2SO4 SO3, അത് SO3 നമ്മൾ എന്തിനാണ് എഴുതുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂമിങ് സൾഫ്യൂരിക് ആസിഡ് ആണ്. ദിസ് ഇസ് കോൾഡ് ആസ് ഫ്യൂമിങ് സൾഫ്യൂരിക് ആസിഡ് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ എന്തുണ്ട്, SO3. ഇവിടെ എന്ത് നടക്കുന്നറിയോ, റീപ്ലേസ്മെന്റ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം ടു പ്രൊഡ്യൂസ് SO, that is sulfonic acid. ഇതിൻ്റെ പേരെന്താണ്, സൾഫോണിക് ആസിഡ്. അപ്പം എന്താണ് നമ്മളെ തേർഡ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇൻ വിച്ച് ഓർ ദ ബെൻസീൻ undergoes substitution reaction in which that is a hydrogen atom is a benzene is replaced by a sulfonic group, sulfonic acid group, and this reaction is known as sulfonation and it is carried out in presence of fuming sulfuric acid or it also known as ഒലിയം. ക്ലിയർ ആണോ? ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻറ്റ്, ഞങ്ങളൊക്കെ തന്നെ +1 പഠിക്കുമ്പോൾ എന്നും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഫ്രീഡൽ ക്രാഫ്റ്റ് എസൈലേഷൻ, ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്കൊന്ന് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇത് എപ്പോഴും ചോദിക്കാറുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ പഠിക്കുമ്പോൾ ഇതൊന്നും എന്താ പറയുക, മാറ്റാൻ പറ്റാത്ത കുറച്ച് ടോപ്പിക്കുകളാണ്. ഫ്രീഡൽ ക്രാഫ്റ്റ് ആദ്യം നമുക്ക് ആൽക്കൈലേഷൻ, പേര് തന്നെ ഉണ്ട്. എന്താണ് ആൽക്കൈലേറ്റ്? എവിടെയാണ് നമ്മൾ ആരെയാണ് പഠിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഈ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. കാരണം കുറേ ഈ ഒരു കോമ്പൗണ്ട് കൺവേർട്ട് ചെയ്തിട്ട് വലിയ കോമ്പൗണ്ടൊക്കെ ആവാൻ നമ്മൾ ഈ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. അപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ വേണം ആൽക്കൈലേറ്റ് ചെയ്യാണ് ആരെ മുകളിലാണ്, ബെൻസീൻ്റെ മുകളിൽ. അപ്പം ആൽക്കൈലേറ്റ് ചെയ്യാൻ ആരെ യൂസ് ചെയ്യണം? വി ആർ യൂസിങ് ആൽക്കൈൽ ഹാലൈഡ്സ്. ആരെ യൂസ് ചെയ്യുന്നത്? ആൽക്കൈൽ ഹാലൈഡ് ഇൻ പ്രസൻസ് ഓഫ് ലിവിസ് ആസിഡ്, അതായത് AlCl3. ലിവിസ് ആസിഡ്സ് ആയിട്ടുള്ള AlCl3 ആണ് ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ബെൻസീൻ വെൻ ട്രീറ്റഡ് വിത്ത് ആൽക്കൈൽ ഹാലൈഡ് CH3Cl, വലുത് വേണമെങ്കിൽ CH3CH2Cl എന്ന് എഴുതിയാൽ മതി. In presence of AlCl3 to give എന്താ ഉണ്ടാവുക, ഇവിടെ CH3 വരും പ്ലസ് HCl, ദറ്റ് ഇസ് ഇതെന്ത് സാധനം, ടൊളുവിൻ. ക്വസ്റ്റ്യൻ, ഹൗ യു ക്യാൻ പ്രിപ്പയർ ടൊളുവിൻ ഫ്രം ബെൻസീൻ? അയ്യോ ഇതെങ്ങനെ, ഒന്നുമില്ല. ടൊളുവിൻ എന്ത് ചെയ്യണം, CH3 ഇവിടെ ആഡ് ചെയ്യണം. CH3 അവിടെ ആഡ് ചെയ്യണമെങ്കിൽ CH3Cl. പക്ഷേ ഇയാൾ എഴുതാൻ മറന്നാൽ മാർക്ക് പോവും. AlCl3 ഇൻ പ്രസൻസ് ഓഫ് അലൂമിനിയം ട്രൈക്ലോറൈഡ് വിച്ച് ഇസ് ആക്ടിങ് ആസ് ദി കാറ്റലിസ്റ്റ് ഹിയർ. മനസ്സിലായോ? ആൽക്കൈൽ ബെൻസീൻ, how you are going to carry out an alkylation. Friedel Crafts alkylation is an electrophilic substitution reaction in which a benzene is treated with alkyl halides. ഏതുമാവാം. യൂഷ്വലി ക്ലോറോബെൻസീൻ നമ്മൾ ആൽക്കൈൽ ഹാലൈഡിലെ ക്ലോറിൻ തന്നെയാണ് എടുക്കാറ്. ആൽക്കൈൽ ഹാലൈഡ് ഇൻ പ്രസൻസ് ഓഫ് എ ലിവിസ് ആസിഡ് ലൈക്ക് അലൂമിനിയം ട്രൈക്ലോറൈഡ് ടു പ്രൊഡ്യൂസ് ആൽക്കൈൽ ബെൻസീൻ. ആൽക്കൈൽ ഉള്ള ബെൻസീൻ, ദിസ് ഇസ് കോൾഡ് ആസ് ആൽക്കൈൽ ബെൻസീൻ. അപ്പോൾ അടുത്തത് എന്താണ്, വെരി ഇമ്പോർട്ടൻറ്റ്, ഫ്രീഡൽ ക്രാഫ്റ്റ് എസൈലേഷൻ. അപ്പം എന്താണ് എസൈലേറ്റ് ചെയ്യുക? എന്താണ് ഈ എസൈൽ ഗ്രൂപ്പ്? ശ്രദ്ധിച്ചോളൂ, ദിസ് ഇസ് എസൈൽ ഗ്രൂപ്പ്, RC+O. ഇതാണ് എസൈൽ ഗ്രൂപ്പ്. എന്താണ് RC+O? നമ്മുടെ ഈ ആസിഡിൻ്റെ ഒക്കെ ബാക്കി CH3C+OH പകരം ആ OH മാറ്റിയിട്ടുള്ള RC+. ഇതാണ് എസൈൽ ഗ്രൂപ്പ്. അപ്പം നമുക്കിനി എന്താ വേണ്ടത്? വി ഹാവ് ടു ആഡ് ദിസ് എസൈൽ ഗ്രൂപ്പ് ഓവർ ബെൻസീൻ. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ദാറ്റ് ഈസ്, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്താണ് ഫ്രീഡൽ ക്രാഫ്റ്റ് എസൈലേഷൻ? ഫ്രീഡൽ ക്രാഫ്റ്റ് എസൈലേഷൻ എന്ന് പറഞ്ഞാൽ ദ റിയാക്ഷൻ ഓഫ് ബെൻസീൻ വിത്ത്
ആസിഡ് ക്ലോറൈഡ് ഓർ ആസിഡ് എൻഹൈഡ്രേറ്റ്. എന്താണ് ആസിഡ് ക്ലോറൈഡ് അല്ലെങ്കിൽ ആസിഡ് എൻഹൈഡ്രേറ്റ്? അപ്പോൾ എന്താണ് ആസിഡ് ക്ലോറൈഡ് എന്നറിയണം അല്ലേ? അപ്പോൾ ആദ്യം ഇതിവിടെ നിൽക്കട്ടെ കേട്ടോ. ആസിഡ് ക്ലോറൈഡ് എഴുതി തരാം. ആസിഡ് നമുക്കറിയാം RC+OH അല്ലേ? ഇനി എനിക്ക് എന്താ വേണ്ടത്? ആസിഡ് ക്ലോറൈഡാണ്. അപ്പം ഞാൻ ഇതിനൊരു HCl-ഉമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാട്ടർ അങ്ങോട്ട് പോകും. എന്നിട്ട് എനിക്ക് കിട്ടുന്ന RC+OCl. ഇതാണ് എന്താണ്? എസൈൽ ഹാലൈഡ്സ്. എന്താ പറയുക? എസൈൽ ഓർ എസൈൽ ഹാലൈഡ്സ്. അപ്പോൾ നമ്മൾ എന്താണ്? ആസിഡ് ഹാലൈഡ്സ് ഓർ എസൈൽ ഹാലൈഡ്സ്. വി ആർ ട്രീറ്റിംഗ് എസൈൽ ഹാലൈഡ്സ് അല്ലെങ്കിൽ ആസിഡ് എൻഹൈഡ്രേറ്റ്. ഇനി ആസിഡ് എൻഹൈഡ്രേറ്റ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക? ആസിഡിൻ്റെ എൻഹൈഡ്രേറ്റ് അല്ലേ? ഏറ്റവും സിമ്പിളായിട്ടൊന്ന് എഴുതിക്കോളൂ. CH3COOH. ഇതൊരു ആസിഡ്. ഇതിൽ നിന്ന് വാട്ടർ പോകണം. ഇതിൽ നിന്ന് ഒറ്റയടിക്ക് വാട്ടർ പോകാൻ പറ്റില്ല. അപ്പം ഞാൻ വേറൊരു അതേ ആസിഡ് തന്നെ എടുക്കുക. ഓക്കെ, ഇനി ഇപ്പോൾ വാട്ടർ ഒന്ന് പോയി നോക്കട്ടെ. ഓക്കെ, ഇപ്പോൾ വാട്ടർ പോയി. ഇനി കിട്ടുന്ന പ്രോഡക്റ്റ് എന്താ? CH3C+O. CH3 അതെന്നല്ലേ ഇത്? CH3C+O പിന്നെ ഒരു O, C+O CH3. ഇതിനെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇങ്ങനെ എഴുതി കാണും, CH3CO2O. കറക്റ്റ് അല്ലേ? CH3CO അതവർ ട്വൈസ് ഇട്ട് O. ദിസ് ഇസ് കോൾഡ് ആസ് ആസിഡ് എൻഹൈഡ്രേറ്റ്. മനസ്സിലായോ? ഇതില്ലേ ബൈഹാർട്ട് ഒന്ന് പഠിച്ചു പോയത്. ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. അതായത് രണ്ട് ഒരേപോലത്തെ ആസിഡിനെ അങ്ങ് എടുക്കുക, അതിൽ നിന്ന് വാട്ടർ അങ്ങോട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ ആസിഡ് എൻഹൈഡ്രേറ്റ്. ഇനിയിപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ഇങ്ങനെ എഴുതിക്കൂടെ? ഇതാണ് നമ്മുടെ ആസിഡ് എൻഹൈഡ്രേറ്റ്. അപ്പോൾ ഫ്രീഡൽ ക്രാഫ്റ്റ് എസൈലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസൈൽ ഗ്രൂപ്പ് ഇസ് ആഡഡ് ഓൺ നമ്മുടെ ബെൻസീൻ റിംഗ്. അപ്പോൾ എസൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യാൻ വേണ്ടി ഐദർ വി ക്യാൻ യൂസ് എസൈൽ ക്ലോറൈഡ് ഓർ ആസിഡ് എൻഹൈഡ്രേറ്റ്. അപ്പം ഞാൻ ബെൻസീൻ എടുത്തു, എന്നിട്ട് RC+OCl അതായത് ഏതെങ്കിലും എസൈൽ ക്ലോറൈഡ് എടുത്തു. സോ ഐ വിൽ ബി ഗെറ്റിംഗ് ഇൻ പ്രസൻസ് ഓഫ് AlCl3. മറക്കരുത് ഇയാളെ. എന്നിട്ട് ഞാനിങ്ങനെ സർക്കിൾ ഇട്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അത് ബെൻസീനാണ്. ദാറ്റ് ഇസ് എസൈൽ. നമുക്ക് എന്ത് കിട്ടി? എസൈലേഷൻ ചെയ്തു നമ്മൾ. RC+O ഗ്രൂപ്പിനെ ആഡ് ചെയ്തു. ഇനി അടുത്തത് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? പ്ലസ് ഇപ്പം ഞാൻ നേരത്തെ എഴുതിയ ആളുണ്ടല്ലോ, CH3CO2O. In presence of AlCl3 I will be getting C+OCH3. കിട്ടുന്നുണ്ടോ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, ഇത്രയുമാണ് നമുക്ക് നമ്മുടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു? വാട്ട് ഈസ് മീൻ ബൈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? A substitution reaction which is carried out by an electrophile is known as electrophilic substitution. In electrophilic substitution reaction, an atom or a group is replaced by an electrophile. ഇനി അടുത്തത്, in case of benzene, an hydrogen atom is replaced by an electrophile. There are mainly nitration, sulfonation, alkylation and acylation and halogenation. Electrophilic substitution reactions are there in benzene. First one നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? നൈട്രേഷൻ. നൈട്രേറ്റിംഗ് മിക്സ്ചർ വേണം, HNO3 H2SO4. അപ്പോൾ അവിടെ നൈട്രോബെൻസീൻ കിട്ടി. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതായിരുന്നു? നമ്മൾ ഹാലോജനേഷനിൽ നമുക്ക് ക്ലോറിൻ യൂസ് ചെയ്യാം, ബ്രോമിൻ യൂസ് ചെയ്യാം, അയഡിൻ യൂസ് ചെയ്യാം. ക്ലോറിനും ബ്രോമിനും യൂസ് ചെയ്യുമ്പോൾ വി ആർ യൂസിങ് FeCl3 ഓർ FeBr3. പക്ഷേ അയഡിൻ യൂസ് ചെയ്യുമ്പോൾ HNO3 ആണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഹൈഡ്രോജൻ അയോഡ്സോ ഫോം റിയാക്ട് ആൻഡ് ഗീവ് ബാക്ക് എന്ത് തരും നമുക്ക്? തിരിച്ചിട്ട് എന്ത് തരും? നമ്മുടെ തിരിച്ച് പ്രൊഡക്റ്റ് തരുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യത്തില്ല? വി ആർ നോട്ട് യൂസിങ് അതങ്ങനത്തെ റിയാക്ഷനിൽ വി ആർ യൂസിങ് HNO3 ഇൻ കേസ് ഓഫ് വി ആർ യൂസിങ് അയഡിൻ. പിന്നെ നമ്മൾ പറഞ്ഞത് സൾഫോണേഷൻ എന്ന് പറഞ്ഞാൽ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പിന്, അതായത് SO3H ഇവിടെ ആഡ് ചെയ്യണം. അപ്പം നമുക്ക് ആര് വേണം? സൾഫ്യൂരിക് ആസിഡ്. വെറും സൾഫ്യൂരിക് ആസിഡ് അല്ല, ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ്, ദാറ്റ് ഇസ് കോൺസെൻട്രേറ്റഡ് H2SO4 along with SO3 will be there. അതിനെയാണ് ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ ഒലിയം എന്ന് പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ. ആൽക്കൈലിനെ അതിൻ്റെ മുകളിലേക്ക് ആക്കുക. എങ്ങനെയാണ്? നമുക്ക് അതിനൊരു ആൽക്കൈൽ ഹാലൈഡ് വേണം. അത് വന്നിട്ട് എന്ത് ചെയ്യും? AlCl3ൻ്റെ പ്രസൻസിൽ ബെൻസീനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആൽക്കൈൽ ബെൻസീൻ ഉണ്ടാക്കും. ഇത് എസൈൽ ബെൻസീൻസ് ഉണ്ടാക്കിത്തരും. അതിന് നമ്മൾ യൂസ് ചെയ്യും എസൈൽ ക്ലോറൈഡ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ആഡ് ചെയ്ത് കഴിഞ്ഞ് വെള്ളം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തായി? എസൈൽ ക്ലോറൈഡ് കിട്ടി. പിന്നെ ആസിഡ് എൻഹൈഡ്രേറ്റ്. ആസിഡിൻ്റെ എൻഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് വാട്ടർ ഇല്ലാത്ത. ഇപ്പോൾ രണ്ടും ഒരേപോലത്തെ ആസിഡിനെ എടുത്തുകൊണ്ട് അതിൻ്റെ വെള്ളത്തിനെ ഒഴിവാക്കി കണ്ട് എഴുതി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആസിഡ് എൻഹൈഡ്രേറ്റ്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പോൾ ഇതുണ്ടല്ലോ,
എന്താ പറയേണ്ടത്? ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെയായിരിക്കും ചോദിക്കുക, എക്സ്പ്ലെയിൻ നൈട്രേഷൻ ഇൻ ബെൻസീൻ വിത്ത് എ മെക്കാനിസം. മെക്കാനിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ പഠിപ്പിക്കണ പോലെ പഠിച്ചാൽ മതി. എന്നാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ, ഞാനൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ തരും. ആ ഔട്ട്ലൈൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? മെക്കാനിസം. ഇതെന്തായാലും എല്ലാവരും എഴുതിയെടുത്തിരിക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സിമ്പിളാണ് എന്നുള്ളതാണ്. അപ്പം ഈ മെക്കാനിസത്തിൽ മെയിൻലി 3 സ്റ്റെപ്സ് ഉണ്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ. എത്രയാണ്? 3 സ്റ്റെപ്സ് ഉണ്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഏതൊക്കെയാണ് ഈ 3 സ്റ്റെപ്സ്? അപ്പം ഇപ്പം നിങ്ങൾ എൻ്റെ കൂടെ എഴുതരുതേ. ആദ്യം ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കി. ഞാൻ അത്ര കാര്യമായിട്ട് പറഞ്ഞു വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ കേട്ടോ. എനിക്കൊക്കെ തന്നെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻ ആവുന്ന ഒരു ഏരിയയാണ് ഈ മെക്കാനിസം. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കേണ്ടത്. ഇത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു സംഗതി വേറെ ഇല്ല. അപ്പം ഞാൻ പറയണ ആദ്യം കേൾക്ക്, എന്നിട്ട് ഞാൻ സമയം തരാം, എഴുതാനുള്ള സമയം ഞാൻ തരാം കേട്ടോ. അപ്പം എന്താണ് മെക്കാനിസം? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ മെക്കാനിസമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ്, ജനറേഷൻ ഓഫ് ആൻ ഇലക്ട്രോഫൈൽ. ആരെ സബ്സ്റ്റിറ്റ്യൂഷനാണ്? ഇലക്ട്രോഫൈലിൻ്റെ. അപ്പോൾ ആദ്യം അവർ വരണ്ടേ? അപ്പം നമ്മൾ ജനറേറ്റ് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കണം ഇലക്ട്രോഫൈൽ. ആരാ ഉണ്ടാക്കി തരിക? നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ റിയാക്ഷനിലും ഞാൻ കാറ്റലിസ്റ്റിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. FeCl3 അല്ലെങ്കിൽ AlCl3 അല്ലെങ്കിൽ ഇപ്പോൾ HNO3 ആകുമ്പോൾ നൈട്രേഷൻ ആകുമ്പോൾ ഞാൻ H2SO4 വേണം. പിന്നെ ഫ്രീഡർ ക്രാഫ്റ്റ് എല്ലാത്തിലും ഞാൻ കാറ്റലിസ്റ്റ് പറഞ്ഞു. അപ്പോൾ ആര് ജനറേറ്റ് ചെയ്തോളും? കാറ്റലിസ്റ്റ് ജനറേറ്റ് ചെയ്തോളും. സെക്കൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ ജനറേറ്റ് ചെയ്ത ആൾ പോയിട്ട് ഇതിൻ്റെ മുകളിൽ അറ്റാക്ക് ചെയ്യും. ഈ ഇലക്ട്രോഫൈൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് എന്താ? ഓടിപ്പോയിട്ട് ഇലക്ട്രോൺ ഉള്ള എടുത്ത് ഓടിപ്പോയി നിൽക്കണം. ബെൻസീനെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. ബെൻസീനെ പോയി അവിടെ അറ്റാക്ക് ചെയ്ത് ഇറ്റ് വിൽ ഫോം കാർബോകാറ്റയോൺ. കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കാർബൻ്റെ മുകളിൽ പ്ലസ് ചാർജ്. കാറ്റ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഞാൻ കുറേ തവണ ഈ കാറ്റിൻ്റെയും ആനയുടെയും കഥ പറഞ്ഞത്. കാറ്റ് എന്ന് പറഞ്ഞാൽ ക്യൂട്ടാണ്, പോസിറ്റീവ് ചാർജ്. ആനയോൺ, ആനേനെ പോലെ ചിന്തിക്കുക, നമുക്ക് പേടിയാകും. അപ്പം നെഗറ്റീവ്. കാറ്റയോൺ തന്നെ പോസിറ്റീവ്ലി ചാർജ്. അപ്പം ഒരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള കാർബോകാറ്റയോൺ ജനറേറ്റ് ചെയ്തു. പിന്നെ ലാസ്റ്റ് എന്താ? റിമൂവൽ ഓഫ് H+നെ ബെൻസീനിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ പ്രൊഡക്റ്റിനെ ജനറേറ്റ് ചെയ്യും. ഈയാണ് 3 സ്റ്റെപ്പാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളാവുന്ന രീതിയിൽ പറഞ്ഞു തരാണ്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. എഴുതണ്ട കേട്ടോ, ആരും നല്ലോണം ശ്രദ്ധിച്ചാൽ മതി. ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. ഇപ്പം ഞാൻ XY എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ YZ എന്ന് പറഞ്ഞ ഒരു റിയേജൻ, അതായത് ഇപ്പം HNO3. ഇപ്പം നമ്മൾ HNO3 ആഡ് ചെയ്തു, H2SO4 ആഡ് ചെയ്തു, CH3Cl യൂസ് ചെയ്ത് Cl2. അവരാണ് ഇത് കേട്ടോ, YZ. ഇവിടെ നിന്നിട്ട് ഒരു കാറ്റലിസ്റ്റ് ഇവരെ ഹെൽപ്പ് ചെയ്തിട്ട് Y++ഉം Z- ഉണ്ടാക്കും. ഇതിനെ ഡിസോസിയേറ്റ് ചെയ്യും. ഇതിനെ ഡിസോസിയേറ്റ് ചെയ്യിപ്പിക്കും. ആര്? കാറ്റലിസ്റ്റ് ആണ് ഇത് ചെയ്യിപ്പിക്കുക. ഡിസോസിയേറ്റ് ചെയ്തിട്ട് Y+ഉം Z- ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ ആരാ ഇലക്ട്രോഫൈൽ? ആരാണ് ന്യൂക്ലിയോഫൈൽ? പ്ലസ് ചാർജ് ഉണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ കയ്യിൽ ഇലക്ട്രോൺ കുറവാണ്. സോ ദിസ് ഇസ് ദി ഇലക്ട്രോഫൈൽ. ഈ Z- എന്താണ്? ഇതിൻ്റെ കയ്യിൽ എക്സ്ട്രാ ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് എന്താ? അതിന് ഭയങ്കര ന്യൂക്ലിയസിനോടായിരിക്കും ഇൻട്രസ്റ്റ്. ന്യൂക്ലിയസിൽ എന്താ ഉള്ളത്? പോസിറ്റീവ് ചാർജ്. അപ്പം ന്യൂക്ലിയസ് ലവിങ് ആയിരിക്കും. അതിന് ഏതെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളടുത്തേക്ക് പോകണം. ദാറ്റ് ഇസ് ഇറ്റ്സ് എ ന്യൂക്ലിയോഫൈൽ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ നടക്കുന്നത്? ഫോർമേഷൻ ഓഫ് എ റെസണൻസ് സ്റ്റെബിലൈസ്ഡ് കാർബോകാറ്റയോൺ ഉണ്ടാക്കണം. അപ്പോൾ സെക്കൻഡ് വണ് നമ്മൾ ഈ ഇലക്ട്രോഫൈൽ വന്നിട്ട് നമ്മൾ ബെൻസീൻ ഇതാണേ. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. ഓൾട്ടർനേറ്റ് ബോണ്ട് നിങ്ങൾക്ക് എങ്ങനെയും വരയ്ക്കാം. പിന്നെ നമുക്കറിയാം ബെൻസീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ. ഇങ്ങനെയാണല്ലോ. ഞാൻ എല്ലാ ഹൈഡ്രജനെയും കാണിക്കുന്നില്ല, കാരണം വരയ്ക്കുമ്പോൾ ഭയങ്കര വൃത്തികേടാവും. നമുക്ക് ഇതൊക്കെ റെസനൻസ് ഒക്കെ വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഹൈഡ്രജനെ മാത്രം കാണിക്കുക, കാരണം ഞാനിപ്പോൾ ഇവിടെയാണ് അറ്റാക്ക് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. അറ്റാക്ക് ചെയ്യിപ്പിക്കാൻ പോകുന്നത് ആരാണ്? Y+ൻ്റെ കയ്യിൽ ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. നമുക്കൊരു ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഒന്നുകിൽ 2 ഇലക്ട്രോണിനെ കൊടുക്കണം, അല്ലെങ്കിൽ ഒരാൾ മാത്രം കൊടുക്കണം, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഈ ബോണ്ട്, ഇത് ഞാൻ അത്ര ഇങ്ങനെ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാണ്. ഈ ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡബിൾ ബോണ്ടും 2 ഇലക്ട്രോണാണ്. ഈ 2 ഇലക്ട്രോൺ വേണം ഇതിന് ബോണ്ട് ചെയ്യാൻ. ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാർബണിൻ്റെയും തമ്മിലുള്ള 2 ഇലക്ട്രോണാണ്. അപ്പം ഇതിന് ഇവിടെ വന്ന് ബോണ്ട് ചെയ്യണം, പക്ഷെ ഇതിൻ്റെ കയ്യിൽ ഇലക്ട്രോൺ ഇല്ല. അപ്പം എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോണേയും കൂടെ ഇയാളിങ്ങ് എടുത്തിട്ട് ഇവിടെ ബോണ്ട് ഫോം ചെയ്യും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്. ഇത് ഈ കാർബണിൻ്റെയും കൂടെ ആയിരുന്നു. എന്നിട്ടാണ് ഇവിടെ ബോണ്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വരുന്ന ഇലക്ട്രോഫൈലിന് എന്താ? ഇലക്ട്രോൺ ഇല്ല. സോ ഇറ്റ് നീഡ്സ് ഇലക്ട്രോൺ. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഈ ബോണ്ട് ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട്
ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും. ഇതാ ഇവിടെ ഓൾറെഡി ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ എന്തുണ്ടാവും? ഇവിടെ വന്നിട്ട് ഈ Y+ അറ്റാക്ക് ചെയ്യും. ഇപ്പോൾ Y+ ആണോ? അല്ല, ബിക്കോസ് ഇറ്റ് ഗോട്ട് ഇലക്ട്രോൺ, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട്. അപ്പം ഇവിടെ എന്ത് പറ്റിപ്പോയി? ഇവിടെയുള്ള ബോണ്ട് അങ്ങനെ തന്നെ ഇടാം, പക്ഷേ ഇവിടെയുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്തു. ഇതിൻ്റെ 2 ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി. അപ്പോൾ ഈ കാർബൺ എന്തായി? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റായി. കാരണം ഇതിൻ്റെ കയ്യിലും കൂടെ ഇലക്ട്രോൺ എടുത്തിട്ടാണ് ആര് ബോണ്ട് ഫോം ചെയ്തത്? നമ്മുടെ ഈ മനുഷ്യൻ, ഈ Y എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഈ കാർബൺ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ്. അപ്പോൾ പാവം ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയല്ലോ ഈ കാർബൺ. അപ്പം എന്ത് പറ്റുമെന്ന് വെച്ചാൽ, അപ്പോൾ വേറൊരാൾ പറയും വിഷമിക്കേണ്ട, ഇവിടെ എന്ത് നടക്കും? എല്ലാവരും ഭയങ്കര സഹകരണം, ഞാൻ നിനക്ക് തരാം, ഞാൻ നിനക്ക് തരാം, അങ്ങനെ ഓരോരുത്തർ വരും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? അവിടെ ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ കാണിച്ചു തരാം. ഇവിടുന്ന് ഇയാൾ പറയും, ആഹാ നിൻ്റെ കയ്യിൽ പോസിറ്റീവാണോ ഇവിടെ കിടക്കുന്നത്? ഇതാണ്, നീ പോസിറ്റീവാണോ, വിഷമിക്കേണ്ട, എൻ്റെ കയ്യിൽ 2 ഇലക്ട്രോണില്ലേ, നമുക്കൊരു ബോണ്ട് ഫോം ചെയ്യാമെന്ന് പറയും. പക്ഷേ ഇവിടെ ഈ കാർബണുണ്ട്, ഇവിടെ ഈ കാർബണുണ്ട്, ഈ കാർബണുള്ള ഇതിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ ഇയാൾക്ക് ഒരു വിഷമം തോന്നും. ഇയാൾ ഇവിടെ ഒരു പോസിറ്റീവ് കാണുമ്പോൾ അയ്യോ പാവം, ഞാൻ എന്ത് ചെയ്യുക, ഇവനെ പറ്റിച്ച് കണ്ട് ഈ ഇലക്ട്രോഡ് കൊടുത്തിട്ട് ഞങ്ങളൊരു ബോണ്ട് ഫോം ചെയ്യട്ടെ, അത് ഇയാൾ വിചാരിക്കും. അപ്പോൾ എന്ത് കിടക്കും അവിടെ? ഇവിടെ ഉള്ള Hഉം Yയും അങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ പോസിറ്റീവിനോട് ഈ കാർബൺ പറയും, നീ വിഷമിക്കേണ്ട, ഞാൻ ഈ കാർബണിനെ പറ്റിച്ചിട്ട് ഈ 2 ഇലക്ട്രോൺ വെച്ച് നീയായിട്ട് ബോണ്ട് ചെയ്യാം. അപ്പോൾ എന്തായി? ഇവിടെ ബോണ്ട് വരും. പക്ഷേ ഈ കാർബൺ എന്തായി? പോസിറ്റീവ്. ഇയാൾക്കൊന്നും സംഭവിച്ചില്ല, ഇയാൾ ഇവിടെ തന്നെ നിൽക്കും. അപ്പോൾ ഈ പോസിറ്റീവ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾക്കൊരു പാവം തോന്നില്ല. ആർക്ക്? ഈ കാർബണ്. അപ്പോൾ ഈ കാർബൺ എന്താ? നീ വിഷമിക്കേണ്ട, ഞാൻ ഇയാളെ പറ്റിച്ചിട്ട് ഈ ഇലക്ട്രോൺ വാങ്ങി നിനക്ക് തരുന്നത്, നമുക്ക് രണ്ടാക്കും ഫ്രണ്ട്സ് ആവാം. കേട്ടോ, അവർ ഫുള്ള് പറ്റിക്കലിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവിടെ ആദ്യമുള്ള ബോണ്ട് അങ്ങനെ തന്നെ. അപ്പോൾ ഇവർ തമ്മിൽ പുതിയ ബോണ്ട് വരും. അപ്പോൾ ഈ പാവം കാർബൺ ഒന്നും അറിഞ്ഞിട്ടില്ല, അവിടെ എന്ത് വരും? പോസിറ്റീവ് ചാർജ് വരും. ഇവിടെ ഇതെന്താണ്? ഇവിടെ എന്ത് നടന്നു? ഇവിടെ ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺ, അല്ലെങ്കിൽ ഇത് അവിടെ പറഞ്ഞു ഫോർമേഷൻ ഓഫ് എ റെസണൻസ് സ്റ്റെബിലൈസ്ഡ് കാർബോകാറ്റയോൺ. റെസണൻസ് നമുക്കറിയാം, ഇലക്ട്രോൺസിൻ്റെ ഡീലോക്കലൈസേഷൻ വഴി എന്തുണ്ട്? ഇവിടെ ഒരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള കാർബോകാറ്റയോൺ. കാരണം ഗ്രേറ്റർ ദി റെസണൻസ് സ്ട്രക്ചർ മോർ വിൽ ബി ദി സ്റ്റെബിലിറ്റി. അപ്പോൾ ഇവിടെ എന്തായി? നല്ല സ്റ്റെബിളായിട്ടുള്ള ഒരു കാർബോകാറ്റയോൺ ജനറേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ എന്താ പ്രശ്നം എടുത്തത്? ഈ ഒരു അയോണിനെ പറയുന്ന പേരാണ് എരീനിയം അയോൺ. എന്താ പറയുക? എരീനിയം അയൺ. ഈ ആരോമാറ്റിക് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ദ ഡീലോക്കലൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺസ്, അല്ലെ? ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോണാണ്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണാറ്റ്. ഇവിടെ എന്താണ് sp3? കാരണം ഈ കാർബൺ 1 2 3 4 4 ആൾക്കാരായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്. അവിടെ എന്തില്ല? അവിടെ ഡബിൾ ബോണ്ട് ഇല്ല. സോ ദിസ് സ്റ്റെബിലൈസേഷൻ ഓഫ് aromatic compound by the resonance, stabilization of the aromatic compound by the resonance is stopped by the sp3 hybridized carbon. ഈ sp3 hybridized carbon എന്ത് ചെയ്യും? അതിൻ്റെ സ്റ്റെബിലൈസേഷൻ എങ്ങനെയായിരുന്നു? ഈ റെസണൻസ്, അതായത് ഈ ഡീലോക്കലൈസേഷൻ ഓഫ് ഇലക്ട്രോൺ വഴിയായിരുന്നു അത് സ്റ്റെബിലൈസ് ചെയ്തത്. അത് ആര് സ്റ്റോപ്പ് ചെയ്തു? ഈ sp3 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ സ്റ്റോപ്പ് ചെയ്തു. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മുടെ വഴിയിൽ ആരെങ്കിലും നമ്മളെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവരെ ചില ഫിലിമിലൊക്കെ പറയണ പോലെ നമ്മൾ അവരെ വഴിയിൽ നിന്ന് മാറ്റും, അല്ലേ? അങ്ങനെ എന്തൊക്കെയോ സിനിമയിലൊക്കെ ഡയലോഗ് വരില്ല, അതേപോലെ വാട്ട് വിൽ ഹാപ്പൺ? അപ്പം എന്ത് ചെയ്യണം? ഇവിടെ ഇയാൾ എന്താക്കണം? നമ്മൾ sp3 മാറ്റിയിട്ട് sp2 ആക്കണം. ദാറ്റ് ഇസ് ദ തേർഡ് സ്റ്റെപ്പ്. എന്താണ്? റിമൂവൽ ഓഫ് H+നെ അവിടെ നിന്ന് ഒഴിവാക്കിയാൽ ഫുൾ പ്രോബ്ലം സോൾവ് ആയി. അപ്പം എന്തായി? ഇവിടെ വരും, ഇവിടെ ഒരു പ്ലസ് ചാർജ് ഉണ്ട്, ഇവിടെ ഒരു H ഉണ്ട്, ഇവിടെ ഒരു Y ഉണ്ട്. അപ്പം എന്ത് ചെയ്യും? ഈ H വെറുതെ ആരെയും കൂടെ പോവോ? ഇല്ല, H+നെ ആരെ വന്ന് കൂട്ടിക്കൊണ്ടുപോകണം. അതിനാണ് നമ്മുടെ ന്യൂക്ലിയോഫൈൽ Z-1 ന്യൂക്ലിയോഫൈൽ ഇങ്ങ് വന്നിട്ട് ഈ H+നെ നീ വാ പോരെന്ന് പറയും. Hനോട് പറയും, നീ നിൻ്റെ ഇലക്ട്രോണൊക്കെ അവിടെ വെച്ചോ, എൻ്റെ കയ്യിൽ ആവശ്യത്തിലുള്ള ഇലക്ട്രോൺ ഉണ്ട്, നീ പതുക്കെ H+ ആയിട്ട് പോര്. അപ്പോൾ ഈ ന്യൂക്ലിയോഫൈൽ വന്ന് വിളിക്കും. ഇല്ലെങ്കിൽ എന്താ? ഇവിടെ ഫുള്ള് പ്രശ്നമാണ്, ഇവർ നല്ല സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയാണ്, നീ ഫുൾ പ്രശ്നം ഉണ്ടാക്കണ്ട, നീ എൻ്റെ കൂടെ പോരെന്ന് പറയും. അങ്ങനെ ഈ Z- ഈ Yനെയും കൂട്ടി പോകും. അപ്പോൾ എന്ത് പറ്റും? ഇവിടെ ഇത് വരും, ഇവിടെ എന്ത് പോയി? H. ഇവിടെ ഒരു പ്ലസ് ഓൾറെഡി ഉണ്ട്. ഈ H എന്ത് ചെയ്യും? ഇതിൻ്റെ ഇലക്ട്രോണിനെ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത്, അല്ലേ? ഇലക്ട്രോണിനെ ഇവിടെ വെച്ചിട്ടല്ലേ പോകുന്നത്. അപ്പോൾ അതെന്താ? ഈ പ്ലസ്സും ഇവിടെ ഇലക്ട്രോണും കൂടെ ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യും. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ ZY ZY അല്ല ZH. നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്റ്റ് കിട്ടിയോ? ഇപ്പം നമ്മുടെ ബെൻസീൻ സ്റ്റേബിളായോ? അതിനെ ഡീലോക്കലൈസേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ദിസ് ഇസ് ദി മെക്കാനിസം ഓഫ് ഇലക്ട്രോൺ. ഈ ഒരൊറ്റ ഒന്ന് പഠിച്ചാൽ
ഏതിൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നാൽ നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. ആര് ജനറേറ്റ് ചെയ്യും? കാറ്റലിസ്റ്റ്. അപ്പം നമ്മൾ ഇതാണ് നമ്മുടെ ഇലക്ട്രോഫൈൽ എങ്കിൽ നമ്മൾ അതിനെ ഡിസോസിയേറ്റ് ചെയ്യും. അവിടെ എന്തുണ്ടാവും? Y പ്ലസും Z മൈനസും. അതെന്താണ്? ഇലക്ട്രോഫൈൽ. ഈ ഇലക്ട്രോഫൈൽ ഓടി വന്ന് ഇതിനെ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്യണ സമയത്ത് എന്തുണ്ടാവും? ഇവിടെ എന്തുണ്ടാവും? എച്ചിൻ്റെ അടുത്ത്, ഏതെങ്കിലും ഒരു എച്ചിൻ്റെ അടുത്ത് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ എന്താവും? ഇലക്ട്രോണിനെ പതുക്കെ അടിച്ചു മാറ്റിയിട്ട് ഇവർ ഫ്രണ്ട്സ് ആയി നിൽക്കും. അപ്പോൾ ഇതിനൊരു പോസിറ്റീവ് ചാർജ് വരും. ഇയാളോട് സങ്കടം വരും. ദ വിൽ ഫോം എ ബോണ്ട്. ഇയാളെ പറ്റിച്ചിട്ട് ഇയാളുടെ ഇലക്ട്രോൺ എടുത്ത് ഇവിടെ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഇയാൾക്ക് പോസിറ്റീവ് വരും. അപ്പോൾ ഇയാളെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് വിഷമം വരുമ്പോൾ ഇയാൾ എന്തെങ്കിലും വിഷമിക്കേണ്ട, ഞാൻ അടിച്ചു മാറ്റി തരാൻ വേണ്ടിയിട്ട് അയാൾ ഇലക്ട്രോൺ കൊടുക്കും. അങ്ങനെ ഡീലോക്കലൈസേഷൻ നടക്കും. When it reaches the sp3 hybridized carbon atom, the stabilization of the arenium ion by the delocalization stops. So next step എന്താ? That is the removal of a proton by a nucleophile and thereby it is developing the product. Clear ആയോ? ഇനി ഇതന്നെ വെച്ചിട്ട് നമ്മൾ ക്ലോറിനേഷൻ്റെ മെക്കാനിസം പറയാൻ പോകണേ. ക്ലോറിനേഷൻ ഇതൊക്കെ മായിച്ചേക്കട്ടെ. ഫസ്റ്റത്തെ സ്റ്റെപ്പ് നല്ലോണം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾ എഴുതാൻ തുടങ്ങിക്കോളൂ. ജനറേഷൻ ഓഫ് എൻ ഇലക്ട്രോഫൈൽ ആരാണ്? Cl2. ഞാൻ Cl2 ഇങ്ങനെ എഴുതുകയാണേ. പ്ലസ് ആരെ പ്രസൻസിലാണ്? നമ്മൾ FeCl3. ഇതാണ് നമ്മുടെ കാറ്റലിസ്റ്റ്. ഇയാൾ എന്ത് ചെയ്യും? Cl വരൂ എൻ്റെ കൂടെ പോരൂ എന്ന് പറയും. അപ്പോൾ എന്താവും? Clൻ്റെ ഇലക്ട്രോണിനെ അടക്കം അത് കൊണ്ടുപോയിട്ട് ഇവിടെ Cl പ്ലസ് FeCl4 ജനറേറ്റ് ആവും. അപ്പോൾ അതാരാ? ഇലക്ട്രോഫൈൽ, ന്യൂക്ലിയോഫൈൽ. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ഫോർമേഷൻ ഓഫ് എ റെസനൻസ് സ്റ്റെബിലൈസ്ഡ് കാർബോകാറ്റയോൺ. അത് എഴുതിയേക്കണേ നിങ്ങളെ ഹെഡിങ് ഇതാ. ഇങ്ങനെ എഴുതിയരുതേ. ബെൻസീൻ ഇങ്ങനെ വന്നു. ഇവിടേക്ക് ഇലക്ട്രോഫൈലായ Cl+ വരുന്നു. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, Cl+. അപ്പം എന്ത് പറ്റും? അവിടുത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഇവിടുത്തെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ Cl വരുന്നു. അപ്പം പാവം ഇയാൾ എന്താവും? പ്ലസ് ആവും. ഓക്കെ, പ്ലസ് കാരണം ഈ ഇലക്ട്രോണും കൂടെ എടുത്തിട്ടാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇനി ഇവിടെ ഒരു ബ്രാക്കറ്റ് വെച്ച് നമുക്ക് റെസൊനൻസ് സ്റ്റെബിലൈസേഷൻ കാണിക്കാം. ഇനി ഇതെന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ പതുക്കെ ഇതിൻ്റെ അടുത്തേക്ക് പോകും. അപ്പം എന്താ ഉണ്ടാകുന്നത്? ആരോ ഇങ്ങനെ ഇട്ടിട്ട് കാണിച്ച എളുപ്പമാണ്. നമ്മൾ പറയുന്ന വലിയ ടെൻഷനൊന്നുമില്ല. ഇവിടെ ഒരു ബോണ്ട് വരും, ഇവിടെ ഒരു പ്ലസ് ചാർജ് വരും. അപ്പോൾ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ബോണ്ട് വരും, ഇവിടെ ആദ്യമുള്ള ബോണ്ട്, ഇവിടെ പ്ലസ് ചാർജ് വരും. ഓക്കെ, ഓർത്തോ പാരാ പൊസിഷനിലാണ് എപ്പോഴും നമ്മുടെ പ്ലസ് ചാർജ്. ഇങ്ങനത്തെ കേസിൽ ഒന്ന് നോക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓർത്തോയിലും പാരാ പൊസിഷൻ ഇതാ. ഓർത്തോ പൊസിഷൻ, പാരാ പൊസിഷൻ, ഓർത്തോ പൊസിഷൻ, മെറ്റാ പൊസിഷനിൽ പോസിറ്റീവ് ചാർജ് വരുന്നില്ല. അപ്പോൾ എന്തായി? ഇവിടെ വരെ എത്തി. അപ്പം എന്താവും? നെക്സ്റ്റ് വൺ ഇസ് റിമൂവൽ ഓഫ് H+ ആണ് അല്ലേ? അത് നിങ്ങൾ ഹെഡിങ് എഴുതിക്കോ. ഏതെയും ഇതാ ഇവിടെ പ്ലസ് ചാർജ് ഉള്ള ഒരാൾ, ഇവിടെ H ഉണ്ട്, ഇവിടെ Cl ഉണ്ട്. ആരാണ് ന്യൂക്ലിയോഫൈൽ? ഇതാ FeCl4. FeCl4- ഇവിടെ വരും. എന്നിട്ട് എന്ത് ചെയ്യും? H+നോട് പറയും, നിൻ്റെ ഇലക്ട്രോണൊക്കെ അവിടെ വെച്ചാൽ നീ ഇങ്ങോട്ട് പതുക്കെ പോരുമെന്ന് പറയും. അപ്പം എന്ത് ചെയ്യും? ഇവിടെ ക്ലോറോ ബെൻസീൻ ഉണ്ടായി, FeCl3 ഉണ്ടായി, HCl ഉണ്ടായി. കണ്ടോ? സെറ്റായോ? എളുപ്പമല്ലേ? എളുപ്പത്തിൽ നമ്മൾ പഠിച്ചില്ലേ? ദിസ് ഇസ് ദി മെക്കാനിസം ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ ക്ലോറിനേഷൻ ഇൻ ബെൻസീൻ. അടുത്തത് നമ്മൾ മെക്കാനിസം ഒന്നുകൂടെ പറഞ്ഞുതരും. ദാറ്റ് ഈസ് നൈട്രേഷൻ. നൈട്രേഷൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങളോട് ചോദിക്കാം, എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഓഫ് നൈട്രേഷൻ ഓഫ് ബെൻസീൻ. എന്താണ് മെക്കാനിസം ഓഫ് നൈട്രേഷൻ ഓഫ് ബെൻസീൻ? സിമ്പിൾ, നമുക്കറിയാം. ആദ്യം തന്നെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചേക്കോ. നമ്മുടെ ഇതിലേക്ക് ഇങ്ക് തീരാനായിരിക്കുന്നു, പുതിയത് എത്തേണ്ട സമയമായിരിക്കുന്നു. HNO3 H2SO4 ആണ് നമ്മളെ റിയേജൻ്റ്, നമുക്കറിയാം. ഓക്കെ, ഇതാണ് നമ്മുടെ റിയേജൻ്റ്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് നല്ലോണം ശ്രദ്ധിച്ചോളൂ. സിമ്പിളാണ്, പറയുമ്പോൾ വലിയ വലിയ സ്റ്റെപ്സൊക്കെ തോന്നും. H2SO4 gives H++ HSO4-. ഓക്കെ, ഇത് അങ്ങനെ നടക്കും. സൾഫ്യൂരിക് ആസിഡ്. ഇനി HNO3 ഞാനൊന്ന് ബ്യൂട്ടിഫുള്ളാക്കി എഴുതുന്നതേ ഉള്ളൂ. OH. നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഒറ്റ സ്റ്റെപ്പിൽ പഠിക്കാം. ഒറ്റ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. OH ഇതാണ് HNO3. ഇനി ഇവിടേക്ക് വന്നിട്ട് ഈ H+ വന്നിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യും. ഇവിടെ വെറുതെ കിടക്കുന്ന ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെന്തായിരിക്കും? ഇലക്ട്രോൺസിൻ്റെ അടുത്ത്. അപ്പോൾ അതെന്താണെന്ന് അറിയാം? HOHNO2. പക്ഷേ ഈ Hന് അപ്പോൾ എന്താവും? ഓക്സിജൻ എന്താവും? ഇത് ഒരാളും കൂടെ വന്നപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, അതിനെ ആരെങ്കിലും ഒഴിവാക്കണം. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഈ NO2 ഉണ്ടായിരുന്നു, ഈ പതുക്കെ പൊക്കോ, നിൻ്റെ ഇലക്ട്രോൺ ഇവിടെ വെച്ചിട്ട്. കാരണം എൻ്റെ ഇലക്ട്രോൺ ഈ ഹൈഡ്രജൻ വന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താവും? H2O+
പ്ലസ് പ്ലസ് NO2 പ്ലസ് ആവും. NO2 പ്ലസ് ആവും. ഇപ്പം നമ്മുടെ ഇലക്ട്രോഫൈലിനെ ജനറേറ്റ് ചെയ്തു. ആരെ ജനറേറ്റ് ചെയ്തു? H2SO4. അതായത് H2SO4 H പ്ലസ് പ്ലസ് HSO4 ആവും. ഈ H പ്ലസ് കയറിയിട്ട് HNO3ൻ്റെ മുകളിൽ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? ഈ ഓക്സിജൻ ഉണ്ടല്ലോ അതിൻ്റെ കയ്യിൽ ഇലക്ട്രോണിലാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓക്സിജൻ ഭയങ്കര ബുദ്ധിമുട്ടോ, അയ്യോ എൻ്റെ കയ്യിൽ ഇലക്ട്രോൺ H കൊണ്ടുപോയില്ല. അപ്പോൾ അതിന് എന്താവും? NO2നെ പതുക്കെ പറയും, നീ പൊയ്ക്കോ നിൻ്റെ ഇലക്ട്രോൺ ഇവിടെ വെച്ചിട്ട്. അപ്പോൾ എന്താ? NO2 പ്ലസ് ആവും. ഇനി ഇത് ഒറ്റ സ്റ്റെപ്പിൽ എഴുതും. എങ്ങനെ അറിയോ? എഴുതിയാൽ മതി. H2SO4 പ്ലസ് HNO3 gives H2O പ്ലസ് NO2 പ്ലസ് പ്ലസ് HSO4 മൈനസ്. ഓക്കെ, ഇതങ്ങനെ പഠിച്ചാലും മതി. അല്ലാതെ ഇങ്ങനെ ചാടുന്നൊന്നും പഠിക്കണമെന്നില്ല. ഇനിയിപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് സിമ്പിൾ അല്ലേ. ഫസ്റ്റ് വൺ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. സെക്കൻഡ് വൺ എന്താണ്? ബെൻസീൻ്റെ മുകളിൽ ആര് വന്ന് അറ്റാക്ക് ചെയ്യും? NO2 പ്ലസ് വന്ന് അറ്റാക്ക് ചെയ്യും. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ കയറി അറ്റാക്ക് ചെയ്യും. ഓക്കെ, ഇങ്ങനെ വരച്ചാൽ ഇത് എളുപ്പത്തിൽ ശരിയാവും. അപ്പോൾ എന്താവും? ഇവിടെ H വരും, ഇവിടെ NO2 വരും, ഇവിടെ പ്ലസ് ചാർജ് വരും, ഇവിടെ വരും. അപ്പോൾ ഇയാൾ എന്ത് പറയും? വിഷമിക്കേണ്ട, വരൂ. ഇയാൾ ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ എന്താവും? ഇവിടെ പ്ലസ് ചാർജ് വരും, ഇവിടെ ഡബിൾ ബോണ്ട് വരും, HNO2. അപ്പോൾ ഇയാൾ വീണ്ടും ഇയാളടുത്തേക്ക് പോകും. അപ്പോൾ എന്താവും? ഇനി ഞാൻ സ്പീഡിലേ പറയുള്ളൂ കേട്ടോ. ഇനി അത്രയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് പിന്നെയും ഞാൻ സ്ലോയിൽ പറയാം, ഭയങ്കര ബോറടിയോ. ഇത് വന്നു. ഇനി അടുത്ത എന്താ? തേർഡ് വൺ, ദാറ്റ് ഈസ് റിമൂവൽ ഓഫ് പ്രോട്ടോൺ. അപ്പോൾ ആര് വരും? ഇവിടെ പോസിറ്റീവ് ചാർജ് HNO2 പ്ലസ് HSO4 മൈനസ് ഇങ്ങോട്ട് വരും. പറയും വന്നോളൂ, H എൻ്റെ കൂടെ പോന്നോ. അപ്പോൾ അതെന്താവും? NO2 ആയി H2SO4. കണ്ടോ? ഇതാണ് ദാറ്റ് മെക്കാനിസം ഓഫ് സൾഫണേഷൻ. അയ്യോ, നൈട്രേഷൻ മെക്കാനിസം ഓഫ് നൈട്രേഷൻ. അപ്പോൾ നമ്മൾ നൈട്രേഷൻ്റെ മെക്കാനിസം പഠിച്ചു. ക്ലോറിനേഷൻ, ഞാൻ സൾഫണേഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾ പഠിച്ചോ. ആൽക്കൈലേഷൻ, എസൈലേഷൻ ഒക്കെ ഇതേപോലെ തന്നെയാണ്. ആൽക്കൈലേഷൻ CH3Cl പ്ലസ് നമ്മൾ ഏതായിരുന്നു യൂസ് ചെയ്ത്? AlCl3. അപ്പോൾ എന്താ ഉണ്ടാവുക? ഈ CLനെ Al അങ്ങോട്ട് കൊണ്ടുപോയിട്ട് AlCl4 മൈനസ് പ്ലസ് CH3 പ്ലസ്. കണ്ടോ? ഇനി എന്തായിരുന്നു? CH3, ഇത് എസൈലേഷൻ. CH3C ഡബിൾ ബോണ്ട് OCl പ്ലസ് AlCl3. എന്താവും? ഈ Cl പതുക്കെ AlCl3നെ കൊണ്ടുപോയിട്ട് CH3C ഡബിൾ ബോണ്ട് O പ്ലസ് പ്ലസ് AlCl4. ബാക്കിയൊക്കെ സെയിം സ്റ്റെപ്പാണ്. Cl4 മൈനസ്. കണ്ടോ? ജനറേറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെക്കാനിസം ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ എന്താ പഠിച്ചത്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, നൈട്രേഷൻ, സൾഫണേഷൻ ഒക്കെ പഠിച്ചു. ഇനി ഞാൻ പറഞ്ഞു എഡിഷൻ റിയാക്ഷൻ പോസിബിൾ ആണ്. യെസ്, എഡിഷൻ റിയാക്ഷൻ ഇസ് ഓൾസോ പോസിബിൾ ഇൻ ദ കേസ് ഓഫ്, ബട്ട് അണ്ടർ ഏത് കണ്ടീഷനിലാണ്? അണ്ടർ സർട്ടൺ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കണം, ഹൈ പ്രഷർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഓൾറെഡി ഇത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അണ്ടർ ഡ്രാസ്റ്റിക് കണ്ടീഷൻ, ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ, ഇറ്റ് ക്യാൻ അണ്ടർഗോ എഡിഷൻ റിയാക്ഷൻ. അതിൽ ഫസ്റ്റ് വൺ എഡിഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. ബെൻസീൻ ഓൾസോ അണ്ടർഗോ എഡിഷൻ വിത്ത് ഹൈഡ്രജൻ at high temperature and high pressure in the presence of nickel or platinum or palladium at high temperature to produce, that is cyclohexane will be produced. എന്താ നമുക്ക് കിട്ടുന്നത്? cyclohexane. ഇനി ഇതേപോലെ തന്നെ ബെൻസീൻ when chlorinated, in presence of sunlight, without that halogen reagents ഒന്നും അല്ലാതെ in presence of sunlight ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നറിയോ? CHCl, CH ഡബിൾ ബോണ്ട് ഒക്കെ റീപ്ലേസ് ചെയ്യും. CHCl, ഇതിൻ്റെ പേരെന്താ അറിയോ? ബെൻസീൻ hexachloride, or it is also known as BHC, and the formula is C6H6Cl6. കണ്ടോ? C6 ഉണ്ട്, H6 ഉണ്ട്. BHC ചോദിച്ചാൽ എന്താണ്? it is benzene hexachloride. It is developed by reacting chlorine with benzene in presence of sunlight. We will be getting benzene hexachloride. It's also known as gamaxine. Okay. ഇതിൻ്റെ പേര് ഇതും കൂടിയാണ്. ഹൗ ടു ഡെവലപ്പ് ഓർ ഹൗ ടു പ്രൊഡ്യൂസ് ബെൻസീൻ ഹെക്സാക്ലോറൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആവേണ്ട. ഇതാണ് റിയാക്ഷൻ.
അപ്പോൾ ഇന്ന് ഇത്രയേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് മെയിൻലി അതിൻ്റെ മെക്കാനിസം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞു കാര്യം എടുക്കുള്ളൂ. ദാറ്റ് ഈസ് ഓർത്തോ മെറ്റാ ഡയറക്റ്റിംഗ്, ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആൻഡ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സും പിന്നെ ഇതിൻ്റെ കാർസിനോജനിറ്റി, അതായത് ഇവർ ടോക്സിക് ആണ്, കാർസിനോജനിറ്റി ഉള്ളത്. പക്ഷേ ആ ഓർത്തോ മെറ്റാ ഡയറക്റ്റിംഗ് ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ആൻഡ് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടെ വെച്ചാൽ നെക്സ്റ്റ് ക്ലാസ്സോടെ നമ്മൾ ഈ ലെസൺ തീർക്കുന്നതായിരിക്കും. നെക്സ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നത്, ഞാനൊരു ഓർഗാനിക് കെമിസ്ട്രീൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലാസ്റ്റ് ഇയറിലെ കുട്ടികളുടെ എക്സാം അടുപ്പിച്ചിട്ട് ഇതേപോലെ റിക്വസ്റ്റ് വന്നപ്പോൾ ചെയ്തതായിരുന്നു. അപ്പം അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ തമ്പനിയിൽ ഞാൻ ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോക്കസ് ഏരിയ എന്നിട്ടതുകൊണ്ട് എല്ലാവരും ചോദിച്ചാൽ അത് ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ് ആണോ? അല്ല, നമ്മൾ എടുത്ത പോർഷൻസ് തന്നെയാണ് അത് NCERT ടെക്സ്റ്റ് വൈസ് തന്നെയാണ്. അപ്പം അതിൽ കഴിഞ്ഞ തവണത്തെ ഫോക്കസ് ഏരിയയിൽ ഉണ്ടായപ്പോൾ ഞാൻ അതിൽ ഫോക്കസ് ഏരിയ എന്നൊന്ന് തമ്പനിയിൽ ഇട്ട് പോയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇനി അതിൻ്റെ കണ്ടിന്യൂഷൻ ഒന്ന് എടുത്ത് തീർക്കണം എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരെ അത് റിക്വസ്റ്റ് ചെയ്യുന്നത്. പിന്നെ SP റിഡോക്സ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അത് ഇതൊക്കെ തീർക്കട്ടെ. ഞാൻ എപ്പോഴും പറയണ്ട, എൻ്റെ ചാനൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. വേറെയും കുറേ ചാനൽസിൻ്റെ യൂട്യൂബ് നിറച്ച് കെമിസ്ട്രി ചാനലാണ് +1-ൻ്റെയൊക്കെ. അപ്പം അതിൽ S-ഉം P ബ്ലോക്ക് എടുത്തവരുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് നിങ്ങൾ കവർ ചെയ്ത് പോവുക. എനിക്ക് തീർക്കണമെന്നുണ്ട്. എൻ്റെ മാക്സിമം ഞാൻ തീർത്ത് തരും. ഞാൻ പറഞ്ഞല്ലോ, ഇൻ ബിറ്റ്വീൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ അയ്യോ മാം പറ്റിച്ചു എന്നൊന്നും പറഞ്ഞേക്കരുത്. നിങ്ങൾ ആ ചാനൽസും കൂടെ ഒന്ന് നോക്കിയേക്കണം. കുറേ ചാനലുണ്ട്, ഞാൻ തന്നെ കാണാറുണ്ട് കുറേ ചാനൽ. പക്ഷേ ഇങ്ങനെ പേരെടുത്ത് പറയാനുള്ള ഓർമ്മയൊന്നും കിട്ടുന്നില്ല. പക്ഷെ കാരണം ചില ചാനൽസ് ഈ S-ഉം P ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ആ ചാനൽ പറയാനും പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ നോക്കുക, കുറേ ചാനൽസ് ഉണ്ട് കെമിസ്ട്രിയുടെ തന്നെ. അപ്പോൾ അതിൽ നോക്കുക. അതിൽ അവരെടുത്തിട്ടുള്ളത് അവരുടെ കൂടെ പഠിച്ചിട്ട് പോവുക. ഇൻ ബിറ്റ്വീൻ എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാനും എടുക്കുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും നന്നായി പഠിക്കാൻ, മനസ്സിലാവാത്ത കാര്യം കമൻസിലിട്ട് ഇടയ്ക്ക്. താങ്ക് യു.